കോതമംഗലം കുട്ടമ്പുഴ ക്നാച്ചേരിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഉടൻ ആരംഭിക്കും. മൃതദേഹം ഉച്ചയോടെ വീട്ടിലെത്തിച്ച് ചേലാട് സെമിത്തേരിയിൽ സംസ്കരിക്കും. വിവരങ്ങളുമായി കെ ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഇന്നലെ 8:30യോടുകൂടിയാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത്. മാത്രമല്ല, നാട്ടുകാരുടെ അടക്കം പ്രതിഷേധം ഇന്നലെ നമ്മൾ കണ്ടതാണ്. കളക്ടർ അടക്കം അവിടെ എത്തി ചർച്ചകളിലൂടെ കാര്യങ്ങൾ പരിഹരിച്ചതും നമ്മൾ കണ്ടതാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി? വർഷ, ഇന്നലെ രാത്രി കാട്ടാന ആക്രമണം ഉണ്ടായ ആ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ കോതമംഗലം കുട്ടമ്പുഴയ്ക്കടുത്ത് ക്നാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള എൽദോസാണ് ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ പ്രദേശത്താണ് എൽദോസിൻ്റെ മൃതദേഹം കിടന്നിരുന്നത്. ഇത് വനമേഖലയാണ്. ഈ ഉരുളന്തണ്ണി എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ഈ KSRTC ബസ് സർവീസ് ഉള്ളത്. അവിടെ ബസ് ഇറങ്ങിയ ശേഷം ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരം ഈ വനത്തിലൂടെ നടന്നാണ് ഈ എൽദോസിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇരുചക്രവാഹനമോ ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ കാൽനടയായൊക്കെ ആളുകൾ ഈ വഴി പോകാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്താണ് ഇന്നലെ രാത്രി ഈ ഭാഗത്ത് വെച്ച് അപ്രതീക്ഷിതമായി കാട്ടാന എത്തുകയും എൽദോസിനെ ആക്രമിക്കുകയും ചെയ്തത്. വളരെ ദാരുണമായ രീതിയിലാണ് എൽദോസ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. കാരണം കാട്ടാന എൽദോസിനെ ശരീരം ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഈ ഭാഗത്ത് തന്നെ അതിൻ്റെ നമുക്ക് കാണാം ഈ ആക്രമണം എത്രത്തോളം രൂക്ഷമായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ ദൃശ്യങ്ങൾ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. ഇവിടെയുള്ള പല ചെടികളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തത്തുള്ളികളൊക്കെ ഇപ്പോഴും അത് മാഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എൽദോസിൻ്റെ ചെരുപ്പ് ഇവിടെ കാണാം. ഇങ്ങനെ ഈ ഭാഗത്താണ് അപ്രതീക്ഷിതമായി, തീർത്തും വനമേഖലയാണ്, ഇവിടെ വെച്ചാണ് ഇങ്ങനെ എൽദോസിനെ ആക്രമിച്ചത്. എൽദോസിൻ്റെ ചെരുപ്പ് ഇവിടെ കാണാം. ഈ ചെടികളിലൊക്കെ രക്തം പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. ആ തരത്തിൽ വളരെ ദാരുണമായ ഒരു ആക്രമണമാണ് ഇന്നലെ എൽദോസിന് നേരെ ഉണ്ടായത്. ഇതിനുശേഷം എൽദോസ് കൊല്ലപ്പെട്ട ശേഷം ഇതുവഴി വന്ന ഒരു യുവാവാണ് ഇങ്ങനെ എൽദോസിൻ്റെ മൃതദേഹം കണ്ടത്. ശരീരം ഛിന്നഭിന്നമായ രീതിയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. അതിനുശേഷം ഈ യുവാവ് മറ്റുള്ള നാട്ടുകാരോടൊക്കെ വിവരം പറയുകയും പിന്നീടാണ് ഓരോരുത്തർ വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തുകയും പോലീസ് അടക്കം ഇവിടെ എത്തുകയും ഒക്കെ ചെയ്തത്. മൃതദേഹം ഇവിടെ കിടന്നു. അതിനുശേഷം പോലീസ് അടക്കം വന്ന് മൃതദേഹം ഇവിടെ നിന്ന് മാറ്റി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മൃതദേഹം മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചില്ല. ഇത് വനമേഖല ആയതുകൊണ്ട് തന്നെ ഇവിടെ സുരക്ഷാ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. കാട്ടാന ആക്രമണം രൂക്ഷമായൊരു പ്രദേശമാണത്. ഇപ്പോഴല്ല, പലതവണയായി പലപ്പോഴും ഇങ്ങനെ ആളുകൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും കൃത്യമായ സുരക്ഷാ നടപടികൾ ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനമായി അവർ ചൂണ്ടിക്കാണിച്ചത് ട്രഞ്ചിങ് നടത്താമെന്ന് പറഞ്ഞ് അത് നടന്നിട്ടില്ല. ഫെൻസിങ്, അതിൻ്റെ പ്രശ്നമുണ്ട്. ഫെൻസിങ് എല്ലാം തകരാറായി കിടക്കുകയാണ്. ഇവിടെയൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഫെൻസിങ് എല്ലാം തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ അത് ശരിയാക്കണം. ഒപ്പം ഏറ്റവും പ്രധാനം വഴിവിളക്ക്. അത് ഇവർ പലപ്പോഴായി എടുത്തു പറഞ്ഞിരുന്നു. ഈ പ്രദേശത്ത് 1 കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അത് വിളക്കില്ലാത്തൊരു പ്രശ്നം ഉണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകളില്ല. അത് വലിയ ഇരുട്ടാകുമ്പോൾ ഈ ഭാഗത്തൊക്കെ പകൽ സമയത്ത് തന്നെ ഈ കാട്ടിൽ ആന മറഞ്ഞിരുന്നാൽ കാണില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ രാത്രിയിലെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തൊട്ടടുത്ത് പോലും കാട്ടാന നിന്നാൽ പോലും അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായി എൽദോസിനെ ആന ആക്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഫെൻസിങ്ങിൻ്റെ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതെല്ലാം ഇങ്ങനെ തകർന്നു കിടക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് ശരിയാക്കണം, വഴിവിളക്കുകൾ സ്ഥാപിക്കണം, മതിയായ സുരക്ഷ ഒരുക്കണം എന്നൊക്കെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നൂറുകണക്കിന് പേർ ഇന്നലെ രാത്രി പ്രദേശത്ത് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കമ്പികളടക്കം അവിടെ ഛിന്ന ഭിന്നമായി കിടക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഈ കാട്ടാന ആക്രമണം തന്നെയാണ് ഇതിനും തടസ്സമായി നമുക്ക് മനസ്സിലാക്കേണ്ടതല്ലേ? അതെ, അതാണ്. ഇങ്ങനെ ഫെൻസിങ് കെട്ടും, ആന വന്ന് നശിപ്പിക്കും. അതാണ് പതിവായി ഇവിടെ സംഭവിക്കുന്നത്. ചുരുങ്ങിയ പക്ഷം ഈ പ്രദേശം ഒന്ന് കാണാൻ വേണ്ടി വഴിവിളക്കുകളെങ്കിലും സ്ഥാപിക്കണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇന്നലെ കളക്ടർ അടക്കം നേരിട്ട് ഇവിടെ വന്നു. ഈ പ്രതിഷേധം ഉണ്ടാക്കിയവരോട് സംസാരിച്ചു, കുടുംബാംഗങ്ങളുമായൊക്കെ സംസാരിച്ചു. അതിനുശേഷം തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതാണ്. അതായത് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ട്രഞ്ചിങ് ഇന്ന് തന്നെ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ട്രഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ റോഡിന് ഇരുവശവും ട്രഞ്ചിങ് നടത്തുക, അതായത് ഒരു കിടങ്ങ് പോലെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ അവർക്ക് അടുത്തേക്ക് ആനയ്ക്ക് വരാൻ കഴിയില്ല, ട്രഞ്ച് കടന്ന് ആനയ്ക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് ട്രഞ്ചിങ് ഇന്ന് തന്നെ അതിൻ്റെ പണി ആരംഭിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചത്. ഒപ്പം ഈ ഫെൻസിങ്, ഈ സുരക്ഷാ വേലി, അത് എത്രയും പെട്ടെന്ന് നിർമ്മിക്കുക എന്നുള്ളതാണ്. 21-ാം തീയതിയോടുകൂടി അതിൻ്റെ പണികൾ ആരംഭിച്ച് വളരെ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചത്. ഒപ്പം 5 ദിവസം കൊണ്ട് ഈ പ്രദേശം മുഴുവൻ
വഴിവിളക്കുകൾ സ്ഥാപിക്കുക, അതും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി ഇന്നലെ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതുകൂടാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതിനായി ഈ മാസം 27-ന് ഒരു അവലോകന യോഗവും കളക്ടർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ 27-ാം തീയതിയിലെ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു. പലപ്പോഴും ഇവരൊക്കെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതല്ലാതെ നടപ്പാക്കാറില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ അത് പറ്റില്ല എന്ന് തന്നെ കളക്ടർ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ മാസം 27-ന് അവലോകന യോഗം വെച്ചിട്ടുള്ളത്. ഇന്നലെ ഇവിടെയുള്ളവരുമായി സംസാരിച്ചുണ്ടാക്കിയ ധാരണ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് പരിശോധിക്കേണ്ടത്. അത് ഈ പറഞ്ഞതുപോലെ ഫെൻസിങ് സമയബന്ധിതമായ അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടോ, ട്രഞ്ച് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടോ, ഈ വഴിവിളക്കുകൾ സ്ഥാപിച്ചു കഴിഞ്ഞോ എന്നൊക്കെ 27-ാം തീയതി വിശദമായി അവലോകന യോഗം ചേർന്ന് പരിശോധിക്കും എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം RRT സംഘത്തിന് ഇവിടേക്ക് വരാനുള്ള ഒരു സംവിധാനം, വാഹനമടക്കമുള്ള സൗകര്യങ്ങൾ അതും ഏർപ്പാടാക്കും എന്നും ഇന്നലത്തെ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. കുടുംബാംഗങ്ങളടക്കം കളക്ടർ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ധനസഹായമായി അവർക്ക് ഇന്നലെ 5 ലക്ഷം രൂപയുടെ ചെക്ക് ധനസഹായമായി നൽകിയിട്ടുണ്ട്. 10 ലക്ഷം രൂപ ധനസഹായം സർക്കാർ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ സർക്കാരിന് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ജില്ലാ കളക്ടർ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിയത്. MLA അടക്കമുള്ളവർ ഇവിടെ എത്തി കുടുംബാംഗങ്ങളുമായി ഒക്കെ സംസാരിച്ചിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ എൽദോസിൻ്റെ പോസ്റ്റ്മോർട്ടം ആണ്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും എന്നാണ് അറിയുന്നത്. ഇന്നലെ രാത്രി വൈകി 6-7 മണിക്കൂറോളം നീണ്ട പ്രതിഷേധമായിരുന്നു. അതിനൊടുവിൽ പുലർച്ചെ 2 മണിയോടെയൊക്കെയാണ് ഇവിടെ നിന്ന് മൃതദേഹം മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ്. മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിനാണുള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. പരമാവധി വേഗം ആ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഈ എൽദോസിൻ്റെ നാട്ടിലേക്ക്, ഈ കുട്ടമ്പുഴയ്ക്കടുത്ത് ക്ലാച്ചേരിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. വീട്ടിൽ ഒരുപക്ഷെ അല്പസമയം മാത്രമേ പൊതുദർശനം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. വീടെല്ലാം ചെറിയ വീടാണ്. ഇത്തരത്തിൽ സെക്യൂരിറ്റി ജോലിയടക്കം ചെയ്ത് പോരുന്ന ഒരാളാണ്. വീട്ടിൽ പൊതുദർശനത്തിൻ്റെ കാര്യം തീരുമാനമായിട്ടില്ല. ഏതായാലും അധിക സമയം മൃതദേഹം വയ്ക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് 2 മണിയോടെ ഈ മൃതദേഹം പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. 2-3 മണിയോടുകൂടി ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. വർഷ. ശരി ഉമേഷ്, എന്തായാലും 2 മണിയോടുകൂടി തന്നെ എൽദോസിന്റെ മൃതദേഹം സംസ്കരിക്കുന്ന നടപടികളിലേക്ക് കടക്കും. എന്തായാലും ഇതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ നടപടികളും കർശനമാക്കുകയാണ് വനംവകുപ്പ്. 5 ദിവസം കൊണ്ട് തന്നെ അവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കും. ഇതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്നറിയാനുള്ള പരിശോധനകളും ഉണ്ടാകും. വിവരങ്ങളാണ് KM ഉമേഷ് നൽകിയത്.